ഹലോ ഫ്രണ്ട്സ്, വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന കൊറിയൻ ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരികയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ജീഹുവിനെ കാണാനെത്തിയ ജീസോക്ക് ആകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഉണ്ടെന്ന് തിരിച്ച് ജീഹു പറയുന്നു. എന്നാ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ജീസോക്ക് ആകട്ടെ ആദ്യം കാർ എടുത്തു പോകുന്നു. ജീഹു പിറകെയും. ഇതെല്ലാം തന്നെ മുകളിൽ നിന്ന് കണ്ട സോങ് ആകട്ടെ ലിയെ വിളിച്ച് അപ്പൊ തന്നെ പറയുന്നുണ്ട്. അവർ തമ്മിൽ അടിയുണ്ടാക്കുമെന്നതായിരുന്നു അവരുടെ ടെൻഷൻ. റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി ലിയ ആകട്ടെ സോയിനോട് ബൈ പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, പ്രഗ്നൻസി റിസൾട്ട് എന്താണെങ്കിലും നീ ഞങ്ങളോട് വിളിച്ച് പറയണമെന്ന്. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്നും പിരിഞ്ഞു. ഇവിടെ ജീഹുവും ജീസോക്കും സംസാരിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളൊന്നും നീ പറയരുതെന്ന് ജീഹുവിനോട് ജീസോക്ക് പറയുന്നുണ്ട്. എന്നാൽ അതേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ജീഹു പറയുന്നത്. അവൻ ലിയ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് അവർ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടിയതെന്നും പതി അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും എല്ലാം അവൻ പറയുന്നു. യാദർച്ഛികമായിട്ടാണ് അവളുടെ ഫ്രണ്ട് എന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ പലതവണ ശ്രമിച്ചതാണ്. പക്ഷെ എന്നെ കൊണ്ട് അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൾ എന്നോട് ഫ്രണ്ടായിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടും ഞാനിത് പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവനിങ്ങനെ പറയുന്ന കേട്ടിട്ട് ജീസോക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹം നീ ഒരിക്കലും അറിയില്ലായിരുന്നു എന്നാണ് ജീസോക്കിനോട് അവൻ പറയുന്നത്. ഞാനിതൊരിക്കലും പുറത്ത് കാണിക്കില്ലായിരുന്നു. പിന്നെന്തിനാ നീ കാണിച്ചു തുടങ്ങിയെന്ന് ജീസോക്ക് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് നീ കാരണം തന്നെയാണ്. നീ എന്നെ വെറും പുച്ഛത്തോടെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അന്ന് ലീയുടെയും ജെയിന്റെയും കൂടെ ആ ഫ്ലാറ്റിലെ മദ്യപിച്ചുകൊണ്ടിരുന്നത് ജീഹു ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു കുട്ടിയുള്ള ജീഹുവിന് ലീയുമായിട്ടൊരിക്കലും ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അതൊക്കെ ജീഹുവിനെ ഒരുപാട് ഹേർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവന് സ്നേഹിക്കാൻ യോഗ്യതയില്ല എന്നുള്ള രീതിയിലായിരുന്നു ജീസോക്കിന്റെ സംസാരം. ഇത്രയും താഴ്ന്നു ചിന്തിക്കുന്ന നിന്നെപ്പോലൊരാള് ഒരിക്കലും ലീയെപ്പോലൊരു വ്യക്തിയെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഉള്ളിലൊതുക്കി വെച്ചിരുന്ന സ്നേഹമെല്ലാം തന്നെ അവളെ തുറന്ന് കാണിക്കാൻ തുടങ്ങി. അപ്പൊ നീ ഇനി അവളെ കണ്ടിന്യൂ ആയിട്ട് സ്നേഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ ജീഹു പറയുന്നുണ്ട്, ഞാനൊരിക്കലും അവളെ സ്നേഹിക്കുന്നത് നിർത്തില്ല എന്ന്. ശരി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവസാനം അവൾ എന്റേതായിരിക്കുമെന്നാണ് ജീസോക്ക് പറയുന്നത്. നിന്നെ പോലെ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ലിയ ആകട്ടെ ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ജെയിൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്തായാലും നിന്റെ ഉള്ളിലെ ട്രൂ ഫീലിംഗ്സിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി എന്നാണ് ജെയിൻ പറയുന്നത്. നിന്റെ ഉള്ളിൽ ജീസോക്കിനോട് ഒരു ഫീലിംഗ്സും ഇല്ലാന്നറിയാം. അത് ജീഹുവിനോടാണെങ്കിൽ നീ അവനെ തന്നെ സ്നേഹിക്കുന്നതാണ് നല്ലത്. ഇവിടെ ജീസോക്ക് പറയുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ചിലപ്പോൾ ഞാൻ അവളെ വിട്ടു തന്നേനെ. എന്നാൽ നിന്നെ പോലെ ഒരുത്തനെ ഞാൻ വിട്ടുതരില്ല. നീ ഇങ്ങനെ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ലിയ ആയിരിക്കുമെന്ന് ജീഹു പറയുന്നു. ആരാ അവളെ കൂടുതൽ വേദനിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നാണ് ജീസോക്ക് പറയുന്നത്. ഒരു കുട്ടിയുള്ള ഇവന് ലിയെ കിട്ടരുത്, അതായിരുന്നു ജീസോക്കിന്റെ മനസ്സിൽ. എന്നാൽ എന്റെ മകൻ എന്റെ ബലഹീനതയല്ലെന്നും അവൻ എന്റെ ശക്തിയാണെന്നുമാണ് ജീഹു പറയുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് നീ എന്നെ തല്ലുവെന്നൊക്കെ ജീസോക്ക് ചോദിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യുമെന്ന് ജീഹു പറയുന്നു. ഇത്രയും നാള് അവനൊരു മകനുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കോൺഫിഡൻസ് മുഴുവൻ കളഞ്ഞുകൊണ്ടിരുന്ന ജീസോക്കിനോട് ഇന്നവൻ ധൈര്യപൂർവ്വമാണ് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്ന് സംസാരിക്കുന്നത്. ജീസോക്കിനെ പോലും അത് അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇവർ രണ്ടുപേരും ലീക്ക് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും പിരിഞ്ഞു. ജീസോക്ക് അവളെ കോൾ ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നു. അവൾ താഴേക്ക് വന്നതും കാറിലേക്ക് കയറാൻ അവൻ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ ജീഹുവിനെ കണ്ടു എന്നാണ് അവൻ പറയുന്നത്. എനിക്കറിയാമെന്ന് ലീ പറയുന്നു. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അവള് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അതൊന്നും കേൾക്കണ്ട, ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും നമുക്കിടയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ജീസോക്ക് പറയുന്നത്. അതായത് അവളെ വിട്ടുപോകാൻ അവൻ തയ്യാറല്ല. അവളൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കാതെ തന്നെ അവളുടെ ലൈഫിൽ നിർബന്ധപൂർവ്വം നിൽക്കാനുള്ള ശ്രമമായിരുന്നു അവന്റേത്. എന്നാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒന്നും മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് അതുപോലെ നീ കേട്ടാ മതി. നമ്മൾ പഴയതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരിക്കും. എന്നാൽ അവൾ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിന്നെ വേദനിപ്പിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ജീഹുവിനോട് ട്രൂ ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിലുള്ളത് പ്രണയമൊന്നുമല്ല, അവനോട് തോന്നുന്ന ദയാണ്, സിമ്പതിയാണ്. അതിനെ പ്രണയമായിട്ട് നീ കണക്കാക്കണ്ട. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് അവനോട് ഫീലിംഗ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും നീയുമായിട്ട് ബ്രേക്കപ്പ് ആകുമായിരുന്നു. നിന്നെപ്പോലൊരാളുടെ കൂടെ എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ഇത് കേട്ട് ജീസോക്ക് പറയുന്നുണ്ട്, ഇവൻ നിന്റെ ലൈഫിൽ വരുന്നതിന് മുൻപ് നീ എന്നോട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ ഇവനെ പോലൊരുത്തൻ നിന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ ബ്രേക്കപ്പിന് സമ്മതിക്കില്ല. അവൻ നിന്റെ ലൈഫ് നശിപ്പിക്കും. ഇത്രയും കാലം നിനക്ക് എന്നോടില്ലാത്ത സ്നേഹം ഇപ്പൊ എന്തിനാ നീ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴാണ് നിന്നെ ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. നീ എന്റെ കൂടെ എന്തായാലും വേണം. ജി പലതവണ പറയുന്നുണ്ട്, നീയുമായിട്ടുള്ള എല്ലാം ഞാൻ അവസാനിപ്പിച്ചു എന്നും ഇത് മുന്നോട്ട് പോകില്ല എന്നും. എന്നാൽ അവൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അവളെ. റിയലായിട്ട് നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതെല്ലാം അവസാനിപ്പിക്കാന്ന് പറയുമ്പോൾ അത് റെസ്പെക്ട് ചെയ്ത് എന്നെ വെറുതെ വിട്ടേനെ. ഇപ്പൊ നീ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ആദ്യമൊക്കെ നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ നിന്റെ സ്വഭാവം കാരണം അതെല്ലാം തന്നെ ഇല്ലാതെയായി. നിന്നോടുള്ള ഫീലിംഗ്സ് എന്നേ എനിക്ക് പോയതാണ്. എന്നിട്ട് ഞാൻ നിന്നോട് ഫീലിംഗ്സ് ഉള്ള പോലെ ആക്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയെങ്കിലും മുന്നോട്ട് പോയത്. അതിലെനിക്ക് ഇന്ന് ഒരുപാട് പശ്ചാത്താപമുണ്ട്. അതിന് ഞാനിപ്പോ സോറിയും പറയുന്നു. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് അവളാകട്ടെ ജീഹുവിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൻ വളരെ കൂളായിട്ടായിരുന്നു സംസാരിക്കുന്നത്. നീ എന്താ ഇത്ര കൂളായിട്ടിരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവന്റെ ഫേസിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല റിലാക്സേഷൻ ഉണ്ടെന്ന്. ഈ സംബന്ധിച്ച് ജീസോക്കുമായിട്ട് അവളെല്ലാം അവസാനിപ്പിച്ചു. എന്നാലും ജീഹു പറയുന്നുണ്ട്, ഞാനുമായിട്ടൊരു റിലേഷൻഷിപ്പിലാകാൻ നിനക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കുമായിരിക്കും. നീ ഇത്രയും കാലം ജീസോക്കുമായിട്ടൊരു ലോങ് റിലേഷൻഷിപ്പിലായിരുന്നില്ലേ? നിന്റെ മൈൻഡൊക്കെ നിനക്കൊന്ന് ക്ലിയർ ആക്കണ്ടേ? ഒരു ബ്രേക്കപ്പ് ആവുമ്പോൾ അത് ശരിക്കും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ എത്ര വേണമെങ്കിലും
ടൈം എടുത്തു, ഞാൻ എവിടെയും പോയില്ല, ഇവിടെ തന്നെയുണ്ട്. അവൻ വളരെയധികം മെച്ചുറായിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ ലീക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ സോയിനാകട്ടെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കാറിലേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ പ്രഗ്നന്റ് ആണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നാമുമായിട്ട് അവൾ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്. ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു അവള്. വീട്ടിലേക്ക് എത്തി അവളെ കാണാൻ നാം വരുന്നുണ്ട്. അവനാകട്ടെ അവന്റെ ക്ലിനിക് എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഇവൾക്കൊട്ട് ഡിവോഴ്സും കൊടുക്കില്ല. ഈ ലോണിന് വേണ്ടിയിട്ട് ജീസോക്കിനെ പ്രഷർ ചെയ്യരുത്, അത് ബാധിക്കുന്നത് ലീയായിരിക്കും. പ്രഗ്നൻസി ന്യൂസ് എല്ലാം അവനിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അവളാകട്ടെ അവന് ഡിവോഴ്സ് പേപ്പേഴ്സ് കൊടുക്കുന്നു. ഇത് മാത്രം നീ ഒന്ന് സൈൻ ചെയ്താൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. എന്നാൽ താൻ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒറ്റ വാശിലിരിക്കുകയായിരുന്നു അവൻ. ഇവിടെ നമ്മുടെ പാർക്കാകട്ടെ ജിഹുവിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. അവന് കുറച്ചു ദിവസമായിട്ട് പഠിക്കാനേ പറ്റുന്നില്ല. കാരണം ജെയിനുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആയല്ലോ. അവൻ അത് കാരണം ആകെ സങ്കടത്തിലായിരുന്നു. ഇവിടെ ജീസോക്കിനോട് കോൺ ചോദിക്കുന്നുണ്ട്, എന്തായി ലീയും നീയുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യമെന്ന്. ഞാൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ജീസോക്ക് പറയുന്നത്. മാത്രമല്ല കോണാകട്ടെ ലീയുടെ അച്ഛനോടും പറയുന്നുണ്ട്, അവളെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് അവളോട് സംസാരിച്ച ശേഷം എന്റെ മകന് വേണ്ടിയിട്ട് അവളെയും പോലൊരു പെൺകുട്ടിയെ മതിയെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ഇവരാകട്ടെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നതേ ഇല്ല. എന്തായാലും അവർക്ക് കുറച്ച് ടൈം കൊടുത്തു നോക്കാം, ഇത് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്ന് വൈകുന്നേരം ലീ ആകട്ടെ ജിഹുവിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഫാർമസിയുടെ അടുത്തേക്ക് വരുന്നു. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എല്ലാവരും നമ്മളെ കണ്ടോട്ടെ എന്ന്. അവന്റെ കൊളീഗ് അവിടേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നു. ജിഹു ലീ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും പതിവായിട്ട് പോവാറുള്ള ആ കോഫി ഷോപ്പിലേക്ക് പോയി. അവരുടെ റിലേഷൻഷിപ്പ് അവിടെ തുടങ്ങുകയായിരുന്നു. സന്തോഷം വരികയാണെങ്കിലും സങ്കടം വരികയാണെങ്കിലും നീ എന്റെ അടുത്തേക്ക് ആദ്യം വരണമെന്ന് ജീഹു പറയുന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് അവളാകട്ടെ അവനോട് ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അവനത് കേട്ടപ്പോ വല്ലാതെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവനെന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് അവള് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ അവൻ കരയുകയായിരുന്നു. ഐ ലവ് യു പറഞ്ഞപ്പോൾ അവൻ കരയുന്ന കണ്ടിട്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ജീഹുവും ലീയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഹ്യൂൻസൂനാകട്ടെ ജീസോക്കിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടിയായിരുന്നു. എന്നാൽ ജീസോക്ക് അവനോട് പറയുന്നുണ്ട്, നീ എന്നെ കാണുമ്പോൾ ഇത്ര അൺകംഫർട്ടബിൾ ആകേണ്ട കാര്യമില്ല. നീ ജീഹുവിന്റെ ഫ്രണ്ടാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം നിന്നെ ബാധിക്കില്ല. നീ എന്റെ കൂടെ പഴയ പോലെ തന്നെ മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ വേണം. പിന്നീട് കാണിക്കുന്നത് നാം ആകട്ടെ ലീയുടെ അച്ഛനുമായിട്ട് ചേർന്നിരുന്ന ഡിന്നർ കഴിക്കുന്നതാണ്. ലീയുടെ കല്യാണത്തെ പറ്റി എല്ലാം തന്നെ നാം പറയുന്നുണ്ട്. ഇവര് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജീസോക്കും ലീയും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന്. അതിനിടയ്ക്ക് നാം ആകട്ടെ ജെയിനെ കണ്ട കാര്യം പറയുന്നു. ജെയിൻ കൊറിയയിൽ വന്നത് ഇതുവരെയും അവളുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതറിഞ്ഞതോടുകൂടി അയാൾ ആകെ ദേഷ്യത്തിലായി. ദേഷ്യം വന്ന അയാളാകട്ടെ ലീയുടെ അമ്മയെ വിളിച്ച് കുറെ വഴക്ക് പറയുന്നു. ലീയുടെ അമ്മയാകട്ടെ ലീയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ജെയിൻ വന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ലീ പറയുന്നുണ്ട്, ഞാൻ ജീസോക്കുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന്. ഇതും കൂടി കേട്ടതോടെ അവരുടെ കിളി പറയ അവസ്ഥയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് തന്നെ. അവൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന്. അയാളോടാണ് എനിക്ക് ശരിക്കും ട്രൂ ഫീലിങ്സ് ഉള്ളതെന്ന്. പക്ഷെ അയാൾ കാരണമല്ല ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. ഓൾറെഡി തന്നെ എനിക്ക് ജീസോക്കിനോടുള്ള ഫീലിങ്സ് എല്ലാം തന്നെ പോയിരുന്നു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ജീസോക്കിനെ ചീറ്റ് ചെയ്തതാണെന്ന് പറയാം. എനിക്കിതിലൊരു പ്രശ്നമില്ല. ഇത് കഴിഞ്ഞ് ജിഹു ആകട്ടെ തന്റെ കൊളീഗിനെയും കൂട്ടി അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ലീയെ പറ്റി സംസാരിക്കുമ്പോൾ ജിഹു പറയുന്നുണ്ട്, എന്റെ ലൈഫില് ലീ അല്ലാതെ ഇനി മറ്റൊരു സ്ത്രീ ഉണ്ടാകില്ല. അവൾ എന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവളായിരിക്കും എന്റെ ലൈഫിലെ അവസാനത്തെ സ്ത്രീ. അതേ ടൈമിൽ ഇവിടെ ജീസോക്കാകട്ടെ വീണ്ടും ലീയെ കോൾ ചെയ്യുന്നു. എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ വിളിച്ച് പറയാൻ മറന്നുപോയി. നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന്. വീണ്ടും എന്നെ എന്തിനാണ് ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ചൊന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല എന്നും ഞാൻ ജെയിന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്നുമാണ് അവൾ പറയുന്നത്. നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ തമ്മിലെല്ലാം അവസാനിച്ചു എന്ന് നീ അവരോട് പറയാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ നീ ജിഹുവിന്റെ കാര്യവും പറയണം. അവൻ തന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് ലീക്ക് തോന്നുന്നത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അങ്ങനെ കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കൊള്ളാൻ. ബ്രേക്കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീ എന്തായാലും ജിഹുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം പറയണം. ദേഷ്യം വന്ന് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ജെയിൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ വീട്ടില് ജിഹുവിന്റെ കാര്യം പറയാത്തതാണ് നല്ലത്. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ജെയിൻ വന്ന് അവളുടെ അച്ഛനോട് മാപ്പ് പറയുന്നു. താൻ കൊറിയയിൽ വന്ന കാര്യമൊന്നും തന്നെ നേരത്തെ പറയാഞ്ഞതിന്റെ പേരിൽ. എന്നാൽ അയാളാകട്ടെ നല്ല കലിപ്പിലായിരുന്നു. അവളടുത്തൊന്നും മിണ്ടാൻ പോലും അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അയാൾ ലീയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ലേ എന്ന്. നീ കോണിനോട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് എന്തിനാ? ഇപ്പൊ കല്യാണം കഴിക്കാതെ നീ എപ്പോ കല്യാണം കഴിക്കാൻ ഇരിക്കുക? അത് കേട്ടതും അവള് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നല്ല, എനിക്ക് ജീസോക്കിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നാ. ഇത് കേട്ടതും അവളുടെ അച്ഛൻ ഞെട്ടി. എനിക്ക് അവനോട് ഒരു ഫീലിങ്സും ഇല്ല, ഞാനും അവനും തമ്മിൽ മുന്നോട്ട് ചേർന്ന് പോകില്ല എന്ന് തന്നെ അവള് പറയുന്നു. അയാൾ ദേഷ്യത്തിൽ അവളോട് എന്തൊക്കെയോ തിരിച്ചു പറയുകയാണ്. നിങ്ങൾക്കൊക്കെ ഇത് തമാശയാണെന്ന് ചോദിച്ചിട്ട് അവള് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ടൈമിൽ നമ്മുടെ ജിഹു ആകട്ടെ അവന്റെ പേരൻസിനോട് പറയുകയാണ്, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും ഒരു ഷോക്കായിരുന്നു. ലീയെ പറ്റി അവൻ തുറന്ന് പറയുന്നു, അവൾ ഡിവോഴ്സ്ഡും അല്ല, അവൾക്ക് കുട്ടിയില്ല. പക്ഷെ എനിക്ക് അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ തന്നെ വിവാഹം കഴിക്കും. ജിഹുവിന്റെ പേരൻസിന്റെ ടെൻഷൻ അവൾക്ക് യൂനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതായിരുന്നു. എന്നാൽ എന്തൊക്കെ വന്നാലും
പറഞ്ഞാലും എന്റെ ഫീലിംഗ്സിൽ ഒരു മാറ്റമില്ല എന്ന് തന്നെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കി അവന്റെ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലീയും ജെയിനും തിരിച്ച് അവരുടെ റൂമിലേക്ക് വരുന്നതാണ്. റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ലീക്കാകട്ടെ ജീഹുന്റെ മെസ്സേജ് വരുന്നു, താൻ താഴെയുണ്ടെന്ന് പറഞ്ഞിട്ട്. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ നിന്ന് അവർ സ്ഥിരം പോകാറുള്ള പാർക്കിലേക്ക് പോയിരുന്നിട്ട് അവനാകട്ടെ അവളുടെ കൈ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. എന്ത് നടക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. എന്താഗ്രഹിക്കുന്നു, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. എന്നാൽ അവള് പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ പോയാ മതിയെന്ന്. പക്ഷെ എനിക്കത് പോരാന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ കിസ് ചെയ്യുകയാണ്. അതവരുടെ ആദ്യത്തെ കിസ്സായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഡിന്നർ കഴിക്കാൻ പോകുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ജീസോക്കാകട്ടെ തന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ട് പോയിരുന്നില്ലേ, അതേ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഇവര് പോകുന്നത്. അവന്റെ മ്യൂസിക് ബാൻഡ് എല്ലാം അവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ജീസോക്കിന്റെ ഒരു ഫ്രണ്ട് ആകട്ടെ ലീയും ജീഹുനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഈ ജീസോക്കിന്റെ ഗേൾഫ്രണ്ട് ആണെന്നാണ് അവിടെ എല്ലാവർക്കും അറിയാവുന്നത്. അവളെ മറ്റൊരാളുടെ കൂടെ അവിടെ വെച്ച് കണ്ടതും അപ്പൊ തന്നെ അവനാകട്ടെ ജീസോക്കിനെ വിളിച്ച് പറയുന്നു. ഇവർ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ജീസോക്ക് അവരുടെ മുന്നിലുണ്ടായിരുന്നു. അവളാകട്ടെ ജീഹുന്റെ കയ്യിൽ പിടിച്ചിരുന്നതാണ്. അത് കണ്ടതും ജീസോക്കിന് ദേഷ്യം വരുന്നു. അവനെ കണ്ടതും ലീ ആകട്ടെ ജീഹുന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ഇവിടേക്ക് വീണ്ടും വന്നതിന് ജീസോക്കിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി പോകുന്നു. എന്നാൽ ജീഹു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് ജീസോക്കിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ജീഹു ജീസോക്കിനോട് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെയുള്ള സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.